ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിതിൻസ് ടിപ്സ് ആൻഡ് ട്രാവൽ. ഇന്ന് നമ്മൾ പോകുന്നത് അബുദാബിയിലെ അൽ വത്തബയിലുള്ള സാൾട്ട് ലേക്ക് കാണാനാണ്. അബുദാബിയിൽ പുതിയ ന്യൂ ട്രാവൽ ഡെസ്റ്റിനേഷനായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് അൽ വത്തബ. അൽ വത്തബയിൽ അൽ വത്തബ ലേക്ക് ഉണ്ട്, അൽ വത്തബ സാൾട്ട് ലേക്ക് ഉണ്ട്, അൽ വത്തബ ലോങ് സാൾട്ട് ലേക്ക് ഉണ്ട്, അതുപോലെ മറ്റൊരു ലേക്ക് ഉണ്ട്. ആ ലേക്കിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല. അതിനെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ അൽ വത്തബ സാൾട്ട് ലേക്കിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലൊക്കേഷന് അലയിൽ നിന്നും അബുദാബിയിലേക്ക് വരികയാണെങ്കിൽ അൽ വത്തബ എത്തുന്നതിന് മുമ്പായിട്ടാണ് ഈ അൽ വത്തബ സാൾട്ട് ലേക്ക്. ഇപ്പോൾ നിങ്ങൾ കാണാം, റോഡ് അല്പം മോശമാണ്. ഇത് ഓഫ് റോഡാണ്, എങ്കിലും സാധാരണക്കാർക്ക് കൊണ്ട് നമുക്കിവിടെ എത്താം. ഇപ്പോൾ നമ്മൾ ഏകദേശം എത്തി. നമ്മളൊരു ഡിസേർട്ടിൽ കൂടെ വണ്ടി ഓടിക്കുന്ന പ്രതീതിയാണ് ഇവിടേക്ക് എത്തുമ്പോൾ. നമ്മൾ നാട്ടിലെ ഓട്ടോയിലൊക്കെ പോവുകയാണെങ്കിൽ നല്ലപോലെ കുലുങ്ങിയൊക്കെയും പോകും. അതുപോലൊരു ഫീലിംഗ് ആണ് നമ്മളിവിടെ എത്തുമ്പോൾ. അപ്പോൾ നമ്മൾ സാൾട്ട് ലേക്കിലെത്തിയിരിക്കുകയാണ്. ഇതിനെപ്പറ്റി ധാരാളം ആളുകൾ വേമ്പനാട്ട് കായൽ എന്നൊക്കെ ഇതിനെപ്പറ്റി വിശേഷിപ്പിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ വന്നപ്പോഴത്തേക്ക് ഒരു 6:15 സമയം. സൂര്യൻ അസ്തമിക്കുന്നു. നല്ലൊരു വ്യൂ ആണ്. ഈ ലേക്കിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ലേക്കിന് 2 ഭാഗങ്ങളുണ്ട്. ഇതിൻ്റെ വലതുവശത്തായിട്ട് ഒരു ഗ്രീൻ ലേക്കുണ്ട്, അതായത് വെള്ളത്തിന് പച്ച കളറാണ്. ഇത് ഇപ്പോൾ നമ്മൾ കാണുന്ന നോർമൽ ലേക്കാണ്. പക്ഷേ ഇതിന് ധാരാളം ഏരിയയിലാണ് ഇതിൻ്റെ അകത്ത് വെള്ളം കിടക്കുക. ആ കാറ് കിടക്കുന്നതിന് അപ്പുറത്താണ് ഗ്രീൻ ലേക്ക്. അവിടെ ധാരാളം ആളുകൾ പോവുകയും അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പറയാനുള്ളത്, അവർ അല്പം നേരത്തെ വരിക, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് വരിക, എങ്കിൽ മാത്രമേ ധാരാളം ഫോട്ടോ എടുക്കാൻ പറ്റുകയുള്ളൂ. പ്രകാശം നല്ലപോലെ ഉള്ളപ്പോൾ നമുക്ക് ധാരാളം ഫോട്ടോ എടുക്കാം. നല്ല ഒരു ലേക്കാണ്. പക്ഷേ നമ്മൾ ഒത്തിരി എക്സ്പെക്റ്റ് ചെയ്ത് വരരുത്. കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഈ ലേക്കിലേക്ക് വരാൻ തീരുമാനിച്ചത്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച അത്ര ഒരു ലുക്ക് ഇവിടെ എനിക്ക് കിട്ടിയില്ല. അതുപോലെ ഞാൻ നിങ്ങൾക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ അബുദാബിയിൽ തന്നെ സാൾട്ട് ലാൻഡ് എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. ആ സാൾട്ട് ലാൻഡ് സ്ഥിതി ചെയ്യുന്നത് അബുദാബിയിൽ നിന്നും സില റോഡിലൂടെ, അതായത് അബുദാബി സൗദി ബോർഡറിനടുത്തായിട്ടാണ് ഇത് സ്ഥിതി. ഏകദേശം 30 മിനിറ്റോളം യാത്രയുണ്ട്. ഇപ്പോൾ ഈ ലേക്കിൽ നിന്നാണ് ഏകദേശം 60 കിലോമീറ്ററോളം യാത്രയുണ്ട് നമ്മൾ ഈ സില ബോർഡറിനടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സാൾട്ട് ലാൻഡിലേക്ക്. ഒത്തിരി പേര് ടിക്ടോക്കിലും വാട്സപ്പിലും അതുപോലെ യൂട്യൂബിലൊക്കെ അതിനെപ്പറ്റി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ ഒരു കാരണവശാലും പോകരുത്. അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. അപ്പോൾ നമുക്ക് പോകണമെന്നൊരു തോന്നൽ തോന്നും. അപ്പോൾ എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷനാണ്. നമ്മുടെ ഒരു ഫ്രണ്ട് അവിടെ പോയിരുന്നു. അവിടെ നിന്ന് ചെന്നപ്പോൾ പോലീസ് അവരെ പിടിക്കുകയും അവരുടെ എമറേറ്റ്സ് ഐഡിയൊക്കെ മേടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരോട് വാണിംഗ് കൊടുത്തിട്ടുണ്ട്. അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. കാണാൻ നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ സാൾട്ട് ലാൻഡ് എന്ന് പറയുന്ന ആ സ്ഥലം. പക്ഷേ അവിടെ നിങ്ങൾ ഒരു കാരണവശാലും പോകരുത്. ഞാൻ വീണ്ടും പറയുകയാണ്, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. നമുക്ക് വാണിംഗ് ഒക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ വരാം. പക്ഷേ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയ ഒരു ഏരിയ ഞാൻ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശവും കമൻറ്റിലൂടെ അയയ്ക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ജിതിൻസ് ടിപ്സ് ആൻഡ് ട്രാവൽ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ജിതിൻസ് ടിപ്സ് ആൻഡ് ട്രാവൽ. ബൈ ബൈ.